വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടി ഇൻ മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മോർണിംഗ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി. ഇന്ന് നമ്മൾ സ്വിറ്റ്സർലാൻഡ് കഥകളിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്വിറ്റ്സർലാൻഡ് കാഴ്ചകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്വിറ്റ്സർലാൻഡ് താമസിക്കുന്ന ഹോട്ടൽ. അപ്പോൾ നമ്മുടെ ഗ്യാങ് ഒക്കെ റെഡി ആയിട്ട് നമ്മൾ നേരെ ബസ്സിൽ കയറാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ബസ്. അപ്പം നേരെ നമ്മൾ ഇനി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ ഇന്റർലേക്കൻ എന്ന് പറഞ്ഞ ഒരു പ്ലേസിലാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത്. ഹിറ്റ് മൂവിയായുടെ നമ്മുടെ ഷാരുഖ് ഖാൻ്റെയും കാജോളിൻ്റെയും ദിൽവാലെ ദിൽ ദുനിയ ലേ ജായെങ്കെ എന്നുള്ള ആ ഒരു ഷൂട്ടിംഗ് പ്ലേസും കൂടിയാണ് സ്വിറ്റ്സർലാൻഡിൽ. പല ഭാഗങ്ങളും അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു പ്ലേസ്. അപ്പം നമ്മളും അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഷോർട്സിൽ ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മുടെ പാരച്യൂട്ടൊക്കെ പറക്കുന്നുണ്ട്. അവിടെ അതിനകത്ത് കയറേണ്ടിയവർക്ക് വേണമെങ്കിൽ കയറാം. പിന്നെ ഇതുകൊണ്ട് കാണാനുള്ളത് നമ്മുടെ യാഷ് ചോപ്രയുടെ ഒരു സ്റ്റാച്യു ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്റർലേക്കൻ്റെ ഫുൾ വ്യൂ. നല്ല അടിപൊളി ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ വന്നിരിക്കുന്നത് യൂംഫ്രാ ജോഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് ഇതിൻ്റെ മറ്റൊരു പേര്. നമ്മൾ ഇവിടുന്ന് നമുക്കിങ്ങനെ ഒരു സ്വിസ് പാസ്പോർട്ട് കിട്ടും. ഇത് മേടിച്ചതിന് ശേഷം നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. നമ്മുടെ കേബിൾ കാർ വഴി നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് തന്നെ പോകാം. കുഞ്ഞു കുഞ്ഞു വീടുകളും പശുക്കളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മഞ്ഞു മൂടിയ മലകൾ. അതുകൊണ്ട് ഇതുപോലൊരു കാറിലാണ് നമ്മൾ ഇരിക്കുന്നത്. കണ്ടില്ല, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതാണിത്. നമ്മുടെ ഇതിനകത്ത് ഒരു 12ഓളം പേര് ആൾക്കാരുണ്ട് കേട്ടോ, നമ്മുടെ കൂട്ടത്തിലുള്ളവര്. അപ്പം നമ്മൾ സീനറീസിലൊക്കെ കാണുന്ന നമ്മൾ നേരിട്ട് കണ്ട് ആസ്വദിച്ച് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. അതുവഴി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നേരിട്ട് വന്ന് കാണാനൊക്കെ സാധിച്ച ദൈവത്തോടത്തിന് നന്ദി പറയുന്നു. കാരണം എപ്പോഴും സീനറീസിലും ഫോട്ടോസിലും വീഡിയോസിലും ടി വിയിലൊക്കെ നമ്മൾ കാണുന്നുള്ളല്ലോ. ഇപ്പം നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചാൽ ഒത്തിരി നന്ദിയുണ്ട് ദൈവത്തോട് പറയാൻ. പിന്നെ നമുക്കിനി ഇത് നമ്മൾ മുകളിൽ പകുതി വരെ നമുക്ക് കേബിൾ കാറ് ചെല്ലത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിന് മാർഗത്തിലാണ് മുകളിലോട്ട് പോകുന്നത്. അതായത് ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ടോപ്പിലോട്ട് പോകുന്നത് നമ്മൾ ട്രെയിൻ മാർഗമാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഇറങ്ങിയിട്ട് ട്രെയിനിൽ കയറണം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്
3454 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അതായത് 11,362 ഫീറ്റ് എബോവ് ദ സീ ലെവൽ. അത്രയും ഹൈറ്റിലാണ് നമ്മൾ ചെന്ന് കയറേണ്ടത്. അതാണ് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. നമ്മളിവിടെ വന്ന് ഇറങ്ങി കേബിൾ കാറിൽ. ഇനി നെക്സ്റ്റ് നമ്മൾ ടോപ്പിലോട്ട് പോകുന്നത് ട്രെയിൻ മാർഗത്തിലാണ്. നമ്മുടെ ചുറ്റും മലകളാണ്. നമ്മുടെ ഓക്സിജൻ ലെവൽ കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും ഹയസ്റ്റിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഷെൽട്ടറും കാര്യങ്ങളും ഒക്കെ അവർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റും നല്ല മഞ്ഞുമുണ്ട്, നല്ല മലകളുമാണ്. അപ്പം എന്താണ്ട് ഇങ്ങനെ ഒരു പോയിന്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ട്രെയിൻ കയറാനായിട്ട് പോവുകയാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് ട്രെയിന്. ഇനി നമ്മൾ ടോപ്പിലോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ യൂറോപ്പിലെ. ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് പറയുന്ന ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷനും കൂടാണ് ഇവിടുത്തെ. ഇനി നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി ട്രെയിൻ കയറി നമ്മൾ മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ ഫസ്റ്റ് കാണുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് ഐസ്മീർ ആണ്. 3160 മീറ്റർ ഹൈറ്റ് ഉണ്ട്. നമ്മളവിടെ ജസ്റ്റ് ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ. നമുക്കവിടെ സ്റ്റോപ്പില്ലായിരുന്നു. നമ്മൾ നേരെ വന്നത് പിന്നെ നമ്മുടെ മെയിൻ സ്റ്റേഷനായ ടോപ്പ് ഓഫ് യൂറോപ്പിലാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. കാരണം നമുക്ക് ഫുഡ് ടൈം ആയിരുന്നു, ലഞ്ചിൻ്റെ ടൈം ആയിരുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ചുറ്റും നല്ല സ്നോയാണ്, ഫുൾ സ്നോയാണ്, മലകളൊക്കെ മഞ്ഞ് മൂടി നിൽക്കുന്നു. അപ്പം നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ ബോളിവുഡ് താരങ്ങളുടെ ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ടണൽ മാർഗത്തിൽ കൂടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലൊരു ടണൽ വഴി നമ്മൾ ആ ഒരു സ്നോ കാണാനായിട്ട് പോവുകയാണ്. അപ്പം ഈ വോളിലൊക്കെ നമ്മൾ ഈ സ്നോയുടെ കുറേ വ്യൂസൊക്കെ കണ്ട് വേണമെങ്കിൽ നമുക്ക് പോകാം. അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനൊക്കെ. പ്ലേറ്റ്ലെറ്റ്സും പിന്നെ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് പോകുന്ന വഴികളിൽ. അതുകൊണ്ട് ഇതാണ് വെളിയിലത്തെ കാഴ്ച. ഫുൾ സ്നോ മൂടിയിരിക്കുന്നു. പിന്നെ എൻ്റെ മൂത്തവനാണെങ്കിൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞു വെച്ചാൽ അവൻ അവിടെ ഇരിക്കുകയാണ്. അവൻ്റെ ഒരു പപ്പയെ ഇരിപ്പുണ്ട്. കാരണം അവർക്ക് രണ്ടുപേർക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായി അല്ല. കാരണം ഇത്രയും ഹൈറ്റോളം എത്തിയപ്പോഴത്തേനും അവരുടെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ഒരു ഷെൽട്ടർ ഉണ്ട്, അവിടെ അവർ ഇരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പേര് മുന്നോട്ട് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇതാണ് മെയിൻ പോയിന്റ് ആയ ടോപ്പ് ഓഫ് യൂറോപ്പ്. ഇതിനാണ് മെയിൻ പോയിന്റ് കേട്ടോ. ഇത് നമ്മൾ അങ്ങനെ ഇവിടെ വന്നു കണ്ടോ. അങ്ങനെ നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പിൽ എത്തിയതിൻ്റെ ആ സന്തോഷത്തിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ടണൽ മാർഗം വഴി നെക്സ്റ്റ് വ്യൂ പോയിന്റ് കാണാനായിട്ട് പോവുകയാണ്.
പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാം. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഐസ് പാലസിലോട്ടാണ്. അതും ഫുൾ ഐസാണ്, നമുക്ക് നടക്കാൻ ഭയങ്കര പ്രയാസമാണ് ഐസിൽ കൂടെ. ഇത് ഒരു ചെറിയൊരു ടണൽ വഴി നമ്മൾ കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മളധികം ദൂരമൊന്നും പോയില്ല, കണ്ടില്ല, ഫുൾ തറയെല്ലാം ഐസും കൊണ്ട് മൂടിയിരിക്കുക. നമുക്ക് കട്ട പിടിച്ച ഐസില്ലേ, അപ്പം നമുക്ക് തെന്നുന്നുണ്ടായിരുന്നു നടക്കുമ്പം. അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്ന് അത്ര റിസ്ക് എടുത്ത് നമ്മൾ അധികം പോയില്ല, കുറച്ച് നടന്ന് നമ്മൾ തിരിച്ചു പോരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് കയറിയത് ലിൻഡിൻ്റെ ഷോപ്പിലേക്കാണ്, ചോക്ലേറ്റിൻ്റെ ഷോപ്പിലോട്ടാണ്. അപ്പം ഇവിടെ നമുക്ക് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് തരുന്നുണ്ട്. അത് കയറി നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാം. ഇഷ്ടംപോലെ ചോക്ലേറ്റ്സ് ഉണ്ട് നമുക്ക്. ഞങ്ങളും അങ്ങനെ ഞങ്ങളുടെ കൂട്ടരൊക്കെ കുറച്ച് പേരൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. ഞങ്ങളും 2 പാക്കറ്റ് ചോക്ലേറ്റ്സ് മേടിച്ചു. കണ്ടോ, ഇഷ്ടംപോലെ ചോക്ലേറ്റ്സ് ഉണ്ട്. ലിൻഡിൻ്റെ നല്ല അടിപൊളി ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. നെക്സ്റ്റ് സ്വിറ്റ്സർലാൻഡിൽ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് ഡേയും. അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാകുന്നതാണ്. അപ്പം ഞങ്ങൾ വന്ന വഴി തന്നെ നമ്മൾ അതേ രീതിയിൽ താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ടേക്ക് കെയർ ഓൾ. കണ്ടിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, ബൈ.